വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ വരുത്തിയെന്നാരോപിച്ച് കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിയെ കൗൺസിലർമാർ തടഞ്ഞുവെച്ചു. കൊച്ചി കോർപ്പറേഷനിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉപരോധ സമരം നടന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസിലെ ജീവനക്കാരെയും LDF കൗൺസിലർമാർ തടഞ്ഞുവെച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തിയ ശേഷമാണ് ഇവരെ പുറത്തിറങ്ങാൻ സമരക്കാർ അനുവദിച്ചത്. കരട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന് കാട്ടിയാണ് കൗൺസിലർമാർ കൊച്ചി കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിയുടെ മുറി ഉപരോധിച്ചത്. വൈകുന്നേരം 4:35 ആരംഭിച്ച ഉപരോധം അവസാനിച്ചത് രാത്രി 8:30. അഡീഷണൽ സെക്രട്ടറി UDFന് അനുകൂലമായി വോട്ടർ പട്ടികയിൽ തിരിമറികൾ വരുത്തുകയാണെന്നും LDFന്റെ പരാതി കേൾക്കാൻ പോലും സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. അഡീഷണൽ സെക്രട്ടറി രാജിവെക്കണമെന്ന ആവശ്യത്തിലായിരുന്നു സമരക്കാർ. ഉപരോധ സമരം നടക്കുമ്പോൾ അഡീഷണൽ സെക്രട്ടറി മുറിയിലുണ്ടായിരുന്നില്ല. ഉപരോധ സമരം ആരംഭിച്ചതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കുന്ന സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ഓഫീസിൽ കുടുങ്ങി. 7 മണിയായതോടെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ബഹളം കൂട്ടി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് ജീവനക്കാരെ പുറത്തുപോകാൻ സമരക്കാർ അനുവദിച്ചു. നീണ്ട ചർച്ചകൾക്ക് ശേഷം LDF കൗൺസിലർമാർ ഉന്നയിച്ച പരാതികൾ നിയമപ്രകാരം പരിശോധിക്കാമെന്ന് അഡീഷണൽ സെക്രട്ടറി രേഖാമൂലം സമരക്കാർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിച്ചത്. അഡീഷണൽ സെക്രട്ടറിയുടെ പിടിവാശിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഉപേക്ഷ തീർച്ചയായും കളക്ടർ പരിശോധിക്കും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.